ഹായ് ഹലോ. ഇന്ന് ഞാൻ വീഡിയോ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ വീഡിയോസായിട്ടൊന്നുമല്ല, എൻ്റെ ഒരു അനുഭവം. ഫിനാൻഷ്യലായിട്ട് നമ്മൾ കൂടുതൽ സ്നേഹിച്ച, നമ്മൾ വിശ്വസിച്ച ഒരാൾ നമ്മളെ ചതിക്കുമ്പോഴുണ്ടല്ലോ, നമുക്ക് മാനസികമായി നമ്മൾ തകർന്നു പോകും അല്ലേ. അപ്പോൾ അതിനെപ്പറ്റി എൻ്റെ ഒരു അനുഭവത്തെപ്പറ്റി നിങ്ങളുടെ അടുത്ത് പങ്കുവയ്ക്കാനാണ് കേട്ടോ. ഫിനാൻഷ്യലി, അതായത് നമ്മൾ അടുത്തറിയുന്നൊരു വ്യക്തി നമ്മുടെ ബന്ധമാണ്. അങ്ങനെ നമ്മൾ അടുത്തറിയുന്നൊരു വ്യക്തി, അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട്, അവർ നല്ല സാമ്പത്തിക ബുദ്ധിമുട്ടിലായിരുന്നു. മാനസികമായിട്ട് അവർ തകർന്നിരിക്കുന്ന സമയമായിരുന്നു. നമ്മുടെ അടുത്തൊരു ഹെൽപ്പ് ചോദിച്ചു. നമ്മുടെ ഈ ലോണുള്ള പേഴ്സണൽ ലോണുകൾ, പ്രൈവറ്റ് ലോണുകൾ. അപ്പോൾ പ്രൈവറ്റ് ലോണിൽ ഒരു ലോൺ എടുത്ത് കൊടുക്കുമോ എന്നാണ് നമ്മുടെ അടുത്ത് ചോദിച്ചു. ഞങ്ങൾ എന്ത് ചെയ്തു? നമ്മുടെ ബന്ധമാണ്, നമ്മളൊരിക്കലും ചീറ്റ് ചെയ്യില്ല, നമുക്ക് വിശ്വാസമാണ്, നല്ല വിശ്വാസമുള്ള ഒരാളാണ് ഞാൻ. ഹസ്ബൻഡിൻ്റെ വീട്ടിലാണ് കേട്ടോ. ഹസ്ബൻഡിൻ്റെ വീട്ടിലുള്ളൊരു വ്യക്തിയല്ല, അവരുടെ ബന്ധത്തിലുള്ളൊരു വ്യക്തിയാണ്. അവിടെ ചെന്ന് കയറിയ കാലം തൊട്ട് ഞാൻ അവരെ കാണുന്നതാണ്. അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട് അല്ലേ, 2 പെൺമക്കളെയും കൊണ്ട് അവർ ജീവിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവരുടെ ആ ഒരു സാമ്പത്തിക ബുദ്ധിമുട്ട് കൊണ്ട് ഞാൻ അവർ ഹെൽപ്പ് ചെയ്തതാണ്. ഓർക്കണം, എൻ്റെ ഭാവിയിൽ ബാധിക്കുന്ന കാര്യമാണ്. അവരൊരിക്കലും ചീറ്റ് ചെയ്യില്ല എന്ന് ഉറപ്പുള്ളതുകൊണ്ട് ഞാൻ ചെയ്തു കൊടുത്തൊരു കാര്യമാണ് കേട്ടോ. അവർ പറഞ്ഞൊരു ലോൺ എടുത്ത് കൊടുക്കും. ഞാൻ ഇപ്പോൾ എൻ്റെ ഹസ്ബൻഡുമായിട്ട് ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ഇങ്ങനെ ചർച്ച ചെയ്തതിനെപ്പറ്റി, അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ട്, അവരുടെ കഷ്ടപ്പാടും മനസ്സിലാക്കിക്കൊണ്ട് നമ്മളൊരു ഹെൽപ്പ് മെൻറ്റാലിറ്റിയിലൂടെ നമ്മളൊരു ഹെൽപ്പ് ചെയ്യാമെന്നൊരു ഇതിൽ ഞങ്ങൾ റെഡിയായി. ഞങ്ങൾ പറഞ്ഞു, ഓക്കെ, ഞങ്ങൾ ലോൺ എടുത്തുതരാം. പ്രൈവറ്റ് ലോണാണ്. അവർക്ക് എൻ്റെ ഫുൾ ഡീറ്റെയിൽസ് വെച്ചിട്ടാണ് അവർക്ക് ഞാൻ ലോൺ എടുത്ത് കൊടുക്കുന്നത്. എൻ്റെ പ്രൂഫാണ് മൊത്തം. ഞാൻ ലോൺ എടുക്കുന്നത് അവിടെ ആ പ്രൈവറ്റ് ബാങ്കിൽ അവരുടെ ഇതിൽ ലോൺ എൻ്റെ പേരിലാണ്. ലോൺ എടുത്തു കൊടുക്കുന്നത് ഞാനാണ്. ഫുൾ പ്രൂഫ് എൻ്റെ കയ്യിലാണ്. കാരണം ലോൺ എനിക്ക് വേണ്ടിയാണ് എടുക്കുന്നത് അല്ലേ. അങ്ങനെ വെച്ചിട്ട് ലോൺ എടുത്തു. അവർ പറഞ്ഞ രീതിയിൽ അവരുടെ ആവശ്യങ്ങൾ, ഞങ്ങളുടെ ടൈം നമ്മൾ വേസ്റ്റ് ആയിക്കൊണ്ട്, ഹസ്ബൻഡിനും ജോലി ഉണ്ടായിരുന്ന അന്നത്തെ ആ ജോലി വരെ മാറ്റി വെച്ചിട്ട് ഞങ്ങൾ എന്ത് ചെയ്തു? പോയി അവർക്ക് ലോൺ എടുത്തു കൊടുത്തു. ലോൺ എടുത്തു, അവർ അടച്ചു. ഓക്കെ, അവർ കണ്ടിന്യൂസ് ആയിട്ട് ലോൺ ക്ലോസ് ആവുന്നിടം വരെ അടച്ചു ഫസ്റ്റ്. പിന്നെ അത് പുതുക്കി എടുത്തു കൊടുക്കാൻ പറഞ്ഞു. അപ്പം ഫസ്റ്റ് ലോൺ ഇത്രയും അടച്ചല്ലോ, വിശ്വാസം മുറുകെ പിടിച്ച് നമ്മളത് പുതുക്കി എടുത്തു കൊടുത്ത് ആദ്യമൊക്കെ അടച്ചടച്ച് വന്നു ഗൈസ്. പിന്നീട് നമ്മളെ ചതിച്ചെന്ന് വെച്ചാൽ പിന്നീട് അവർ ലോൺ അടയ്ക്കുന്നില്ല. ഈ ലോൺ അടയ്ക്കുന്നപ്പം മറ്റൊരു കാര്യം നമ്മൾ ചിന്തിക്കണം. ഞാനിവർക്ക് ഈ ലോൺ എടുത്ത് കൊടുത്ത് അവർ ഈ ലോൺ അടയ്ക്കുന്നതുകൊണ്ട് ഇത് എത്ര രൂപ അടയ്ക്കുന്നതെന്നോ, കാരണം അവർ ലോൺ അടയ്ക്കുന്നതുകൊണ്ട് എന്നെ അവിടുന്ന് ബാങ്കിൽ നിന്ന് വിളിക്കുന്നില്ല, ഒന്നും ചെയ്യുന്നില്ല. കാരണം ലോൺ മുടങ്ങാൻ അടയ്ക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു ദിവസം ഇതേപോലെ എന്നെ വിളിച്ചു ആ ബാങ്കിൽ നിന്ന്. അവിടെ ലോണിന് വരുന്ന സാറ് വിളിച്ചിട്ട് പറഞ്ഞു, അലീനയല്ലേ ഇന്നത്തെ ലോൺ പേയ്മെൻറ്റ് ചെയ്തിട്ടില്ല ലോൺ. അങ്ങനെ സാർ ഞാൻ വിളിക്കാം, ഞാൻ ലോണ് തിരക്കിയിട്ട് ഞാൻ വിളിക്കാം, ഹസ്ബൻഡ് ഇടയ്ക്കുന്നത് ഞാൻ തിരക്കിയിട്ട് വിളിക്കുന്നു. പുള്ളി അടുത്ത് ഞാൻ കള്ളം പറഞ്ഞു. അങ്ങനെ കള്ളം പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു? വിളിച്ചു ആ വ്യക്തിയെ ഞാൻ വിളിച്ചു. ലോൺ എടുത്ത് കൊടുത്ത വ്യക്തിയെ ഞാൻ വിളിച്ചിട്ട് അവർ റെസ്പോണ്ട് ചെയ്തില്ല. നമ്മൾ പൈസ എടുത്തിട്ട് കൊടുത്തിട്ട് അവരുടെ വായിലിരിക്കുന്നതെല്ലാം നമ്മൾ കേൾക്കേണ്ട അവസ്ഥ വന്നു. കാരണം നമ്മൾ ലോൺ എടുത്ത് അവർക്ക് കൊടുത്തു, എന്നിട്ട് അവരുടെ സംസാരവും, നമ്മൾ വിളിച്ചന്വേഷിച്ചപ്പോൾ അവരുടെ സംസാരവും അവരുടെ റിപ്ലൈയും, അവർ നമുക്ക് ലോൺ എടുത്ത്, അല്ലെങ്കിൽ നമ്മൾ ലോൺ എടുത്ത് നമ്മളത് ഫുഡ് അടിച്ച്, എന്നിട്ട് അവരുടെ അടുത്ത് പൈസ അടയ്ക്കാത്ത എന്താണെന്ന് ചോദിച്ചൊരു ഫീലിങ്ങിലാണ് അവർ ലോൺ എന്താ അടയ്ക്കണമെന്ന് വെച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ മറുപടിയാണ്. അവരുടെ മോൾ എൻ്റെ അടുത്ത് കുറേ റഷ്യായി. എന്നെ അതുവരെ ചേച്ചിന്ന് വിളിച്ചുകൊണ്ടിരുന്നവൾ എന്നെ എടി പോടി എന്നൊക്കെ വിളിക്കാൻ തുടങ്ങി. കാരണം ഞാൻ അവർക്കൊരു സഹായം ചെയ്തു, അപ്പോൾ അത് കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. ഞങ്ങൾ അതിന് വേണ്ടി ഒരുപാട് സങ്കടപ്പെട്ടു കേട്ടോ. കാരണം കുറച്ച് എമൗണ്ട് ഒന്നുമല്ല, നമ്മുടെ കയ്യിലില്ല. കാരണം നമുക്ക് ലോണുകളുണ്ട്, നമ്മളും കഷ്ടപ്പാടിലാണ് ജീവിക്കുന്നത്. നമുക്ക് 2 കുഞ്ഞുങ്ങളാകുന്നുണ്ട്, അവരുടെ ചിലവ്
ആകെ ഏട്ടൻ മാത്രമാണ്. ഏട്ടൻ ജോലിക്ക് പോകുന്ന വരുമാനം കൊണ്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത്. അപ്പോൾ ഇവരുടെ ലോണും കൂടി അത് ആഴ്ചയിലെങ്ങാണ്ട് 1130 രൂപ 2 വ്യാഴാഴ്ച കൂടുമ്പോൾ, ഒരു വ്യാഴാഴ്ച കൂടുമ്പോൾ അടയ്ക്കണം. അത് മാസത്തിൽ 2 വ്യാഴം അല്ലെങ്കിൽ 3 വ്യാഴാഴ്ച നമ്മൾ ഈ 1130 രൂപ ഉണ്ടാക്കുന്നത് എങ്ങനെ? നമുക്ക് ലോണുണ്ട്. നമ്മൾ നമ്മുടെ ലോണ് സിവിലാവുമെന്ന് വെച്ച് എന്തായി, നമ്മൾ നമ്മുടെ ലോണ് മുടങ്ങാതെ അടയ്ക്കുകയാണ്. പക്ഷേ ഇവർ ലോണ് അടയ്ക്കാതെ ഇരുന്നു. പിന്നീട് എനിക്ക് ഭയങ്കര ടെൻഷനായി. ഇത് കാരണം ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി പിന്നീട് വഴക്കുണ്ടാവാൻ തുടങ്ങി. ഇവർക്ക് ലോൺ എടുത്ത് കൊടുത്ത് ഇവർ ലോൺ അടയ്ക്കാത്തതിന് സാറുമാർ എന്നെ വിളിക്കാൻ തുടങ്ങി. അപ്പോൾ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടി ചുമ്മാ ഒരു മാറ്റവും ഇല്ലാതെ വഴക്കുണ്ടാവാൻ തുടങ്ങി. ഞങ്ങളുടെ ഫാമിലിയിൽ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവാൻ തുടങ്ങി. പിന്നീട് ഇവരാണെങ്കിൽ അവിടുന്ന് താമസം മാറിപ്പോയി. താമസം മാറിപ്പോയി എവിടെ എങ്ങനെ ഒരു ഡീറ്റെയിൽസും ഇല്ല. വിളിച്ചിട്ട് ഒന്നും അറിയാത്ത അവസ്ഥ. അവസാനം ഞങ്ങൾ ഇവരുടെ വീട് കണ്ടുപിടിച്ച് ഞാനും എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയും കൂടി പോയി. ഹസ്ബൻഡിൻ്റെ അമ്മയും കൂടി അവരുടെ വീട് കണ്ടുപിടിച്ച് ചെന്നപ്പോൾ ഞങ്ങൾ ടെൻഷൻ അടിച്ചെടുക്കണം ഈ ലോൺ അടയ്ക്കാത്തതിന്. അവർ വെരി ഹാപ്പി ആയിട്ട് അവിടെ ഇരിക്കുന്നു, എൻജോയ് ചെയ്ത് അവിടെ ഇരുന്ന് കാര്യം പറച്ചിലും ഒക്കെ. നമ്മൾ നിന്ന് വിഷയം പറഞ്ഞു ഇതുപോലെ ലോൺ അടയ്ക്കാതിരിക്കാൻ പറ്റത്തില്ല, ഞങ്ങളും കടബാധിതരാണ്, നിങ്ങൾക്ക് ലോൺ എടുത്ത് തന്നെന്ന് വെച്ച് ഞങ്ങൾക്കിങ്ങനെ ടെൻഷൻ അടിക്കാൻ നല്ല പാടുണ്ട്. സിവിലായ പിന്നെ എൻ്റെ വീട്ടിൽ എനിക്ക് മാത്രമേ ലോൺ എടുത്തുള്ളൂ, മറ്റാർക്കും ലോണും കിട്ടില്ല. അപ്പോൾ അതും ഞാൻ പറഞ്ഞു. അവരടയ്ക്കാമെന്നൊക്കെ പറഞ്ഞു. ഇതുപോലെ കയറി ഇറങ്ങി. അതായത് ഞങ്ങളുടെ വീട്ടിൽ നിന്ന് ഇവരുടെ വീട്ടിൽ ഓട്ടോ വിളിച്ച് പോകണം. അതൊരു നല്ല തുകയാവും. ആ ചിലവ് പോട്ടെന്ന് വെക്കുക. നമ്മുടെ പോട്ട് സിവിൽ സ്കോർ ആവാതിരിക്കുക എങ്ങനെയും പരമാവധി നോക്കണമെന്ന് വെച്ചാൽ നമ്മളെന്ത് ചെയ്തു, ഇവരുടെ വീട്ടിൽ ഒരു തവണ പോയി ഒരു തവണ ലോൺ അടച്ചു. പിന്നെ ഇത് കണ്ടിന്യൂസ് ആയി. ലോൺ മുടക്കാൻ തുടങ്ങും, പിന്നെ ഞാൻ പോകും, ഓട്ടോ വിളിച്ച് പോകും. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ടാകുമ്പോൾ നമുക്ക് ഓട്ടോ കൂലി നഷ്ടമല്ലേ, ടൈം. അതായത് എൻ്റെ 2 പൊടിപ്പിള്ളേരെ ഞാൻ വീട്ടിൽ ഇട്ടിട്ട് രാത്രിയിൽ ഇവരുടെ വീട്ടിൽ പോയി ഇവരെ കാണാൻ പറ്റത്തുള്ളൂ. അവർ രാത്രി 7 മണി കഴിഞ്ഞിട്ട് എങ്ങാണ്ട് ജോലി കഴിഞ്ഞ് വരത്തുള്ളൂ. അപ്പം നമ്മൾ ആ ടൈമിൽ ചെന്നാലേ ഇവരെ നമുക്ക് കാണാനും പറ്റത്തുള്ളൂ. അപ്പോൾ ആ സമയത്തൊക്കെ രാത്രി 9:30 ആകുമ്പോഴാണ് നമ്മൾ പോകുന്നത് ഇവരുടെ അടുത്ത് ലോണിൻ്റെ പൈസ ചോദിക്കാൻ. ഇത്ര അവസ്ഥയാണ്. ഇപ്പം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ലോൺ അടയ്ക്കാതെ വരുന്നു. പിന്നീട് ഞങ്ങളിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പോകുമ്പോൾ ഇവർ കള്ളം പറയാൻ തുടങ്ങി. ഇവരുടെ ജോലി പോയി. ഇവർ പൊയ്ക്കൊണ്ടിരുന്ന ജോലി പോയി. ഞങ്ങളൊരു ദിവസം അവരുടെ വീട്ടിൽ പോയി. രാത്രി 9:30 ഓട്ടോ വിളിച്ച് ഞാനും അമ്മയും കൂടി, അതായത് ഹസ്ബൻഡിൻ്റെ അമ്മയും കൂടി അവിടെ ചെന്നിരുന്നിട്ടൊന്നും ഇവർ പൈസ തരത്തില്ല. ഇവർ പൈസയും തരത്തില്ല. ഇവർ പറയുന്ന മൊത്തം അവരുടെ ആവശ്യങ്ങൾക്കല്ല അവർക്ക് പൈസ ഉണ്ട്, പക്ഷേ ഈ ലോൺ ഒന്നും അടയ്ക്കാൻ മാത്രം അവരുടെ പൈസ ഇല്ല. അങ്ങനെ ഞങ്ങൾ അവസാനം നിങ്ങൾ ലോൺ അടയ്ക്കാതെ ഞങ്ങൾ ഇവിടുന്ന് പോകത്തില്ല, ഞങ്ങളിവിടുന്ന് പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലോൺ അടയ്ക്കാനുള്ള ക്യാഷ് തന്നേ പറ്റൂ, അല്ലെങ്കിൽ ഇത്ര തീയതി ഇത്ര സമയത്തിനുള്ളിൽ തരുമെന്ന വാക്കിൻ്റെ ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ ഞങ്ങൾ പോകത്തുള്ളൂ എന്ന് പറഞ്ഞു. പിന്നെ അവർ തമ്മിൽ എന്തോ വഴക്കുണ്ടായിട്ട് അവസാനം അവർ പറഞ്ഞു നെക്സ്റ്റ് ഡേ ഇത്ര ടൈമിനുള്ളിൽ പൈസ എത്തിച്ചേക്കാമെന്ന് പറഞ്ഞു. ഓക്കെ. എന്നിട്ട് അതിനും ഞാൻ എന്ത് ചെയ്തു, ഓട്ടോ വിളിച്ച് അവരുടെ വീട്ടിൽ പോയി ആ പൈസ വാങ്ങേണ്ടതാണ്. അപ്പോഴും എനിക്ക് നഷ്ടം. പിന്നെ ഇതേപോലെ വീണ്ടും അടുത്ത ലോൺ വന്നു, അവരടയ്ക്കത്തില്ല. സാറ് വിളിക്കും, എനിക്ക് ടെൻഷനാവും. ഈ സാറിൻ്റെ വിളി മാത്രമല്ല, ഈ ഗ്രൂപ്പിലുള്ള ഫുൾ മെമ്പേഴ്സ് എന്നെ വിളിച്ച് എന്നെയാണ് വഴക്ക് പറയുന്നത്. എന്നിട്ട് ഇവരുടെ വായിലിരിക്കുന്നതും കേൾക്കണം, സാറിൻ്റെ വായിലിരിക്കുന്നതും കേൾക്കണം, ഞാൻ ഈ ലോൺ എടുത്ത് കൊടുത്ത വ്യക്തികളായിരിക്കുന്നത് ഞാൻ കേൾക്കണം. അങ്ങനെ പിന്നെ ഞാൻ എന്ത് ചെയ്തു, പിന്നീട് അവരിതുപോലെ ലോൺ അടയ്ക്കുന്നില്ല. പിന്നെ ഞങ്ങൾ ഇതേപോലെ പോകും, രാത്രിയാകുമ്പോൾ പോവും, പിള്ളേരെ ഇട്ടിട്ട് പോവും, പൈസ ചോദിക്കും, തരൂല. അങ്ങനെ ഇപ്പം ലോണ് മൊത്തത്തിൽ മുടങ്ങിയിട്ടുണ്ട്. ഇനി എങ്ങാണ്ട് 5,000 റുപ്പീസ് എങ്ങാണ്ട് അടയ്ക്കാനുള്ളതായിരുന്നു. പക്ഷേ അതിപ്പം ഇരട്ടിയായി കാണും ലോണ് മുടങ്ങിയിട്ട്. ഞാൻ എവിടെ പോയാലും എനിക്കൊരു സമാധാനം കിട്ടില്ല. ഒരു ആശുപത്രിയിൽ പോയി ഇതിന് ചെക്കപ്പിന് പോയാൽ എനിക്ക് സമാധാനം കിട്ടില്ല. അവിടെ ഈ ലോണുകാരുടെ വിളിയായിരിക്കും. ടെൻഷനാണ്. ഫോണിൽ ഏതെങ്കിലും ഒരു നമ്പർ കോൾ വന്നാൽ എനിക്ക് ടെൻഷനാണ്. അവർക്ക് ആ ടെൻഷനില്ല, എനിക്ക് ആ ടെൻഷനാണ്. ഇതുപോലെ അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ടെൻഷനായിട്ട് എനിക്ക് എന്ത് ചെയ്യാത്ത ഒരു അവസ്ഥയായിപ്പം കിട്ടുന്നത്. എനിക്കാണെങ്കിൽ ടെൻഷൻ, എന്തെങ്കിലും ഒരു കാര്യമൊക്കെ ടെൻഷൻ അടിച്ചാൽ പിന്നെ തലവേദനയാവും. ഭയങ്കര ഇമോഷണലി ഞാൻ ഭയങ്കര വീക്കായിപ്പോവും. അങ്ങനെ അവരിപ്പോൾ വീണ്ടും ലോൺ അടയ്ക്കാത്ത അവസ്ഥ വന്ന് ഞാനും ഏട്ടനും രാത്രി വണ്ടി എടുത്തിട്ട് അവരുടെ വീട്ടിൽ പോകുമ്പോൾ അവിടെ ഇല്ല. വേറൊരു വീടുണ്ട് അവരുടെ, അവിടെ പോകുമ്പോൾ അവിടെ ഇല്ല. ഇവരെ എങ്ങും കണ്ടു കിട്ടാത്ത അവസ്ഥയായി. പിന്നീട് ഞങ്ങൾ ഒരു ഉച്ച ടൈമിൽ ചെന്നപ്പം ഇവരെ കണ്ടു കിട്ടി. അപ്പം പിന്നെ അവരുടെ
സങ്കടം പറച്ചിലായി. സങ്കടം പറച്ചിലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വേറൊരു ഇത് വെച്ചിട്ടുണ്ട്, സൊസൈറ്റി ലോൺ വെച്ചിട്ടുണ്ട്, അത് വെച്ചിട്ടുണ്ട്, ഇവിടെ വെച്ചിട്ടുണ്ട്, കിട്ടുവാണെങ്കിൽ ഉറപ്പായിട്ടും അടയ്ക്കാം, മോഡ് ഓപ്പറേഷനായിരുന്നു എന്നൊക്കെ പറഞ്ഞ് നമ്മളെപ്പോഴും താന്നു പോയി കേട്ടോ. നമ്മൾ പൈസ വാങ്ങിയിട്ടേ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങത്തുള്ളൂ എന്ന് വെച്ച് പോയാൽ ഞാൻ മോഡ് ഓപ്പറേഷനൊക്കെയാണെന്ന് പറഞ്ഞപ്പം ഞാൻ പിന്നെ സെൻഡ് ആയി. ഓക്കെ, നിങ്ങൾ പറ്റുന്നത്ര വേഗത്തിൽ ആ ലോണൊന്ന് ക്ലോസ് ചെയ്യുക. എനിക്ക് സിവിലായി, എനിക്കിനി ഒരു ലോൺ കിട്ടണമെങ്കിൽ എന്തിന് നമ്മൾ അയൽക്കൂട്ടത്തിൽ ലിങ്കേജ് ലോൺ പോലും കിട്ടണമെങ്കിൽ സിവിൽ ചെക്ക് ചെയ്യും. അപ്പോൾ എനിക്കൊരു വീട് വെക്കണം, അതിനൊക്കെ എനിക്ക് ലോൺ എടുക്കണം. അങ്ങനെ എന്തെങ്കിലും ഒരു സാഹചര്യത്തിൽ എനിക്ക് ലോൺ എടുക്കേണ്ടി വന്നാൽ നിങ്ങൾ ഈ സിവിൽ കാരണം എനിക്ക് ലോൺ എടുക്കാൻ പറ്റില്ല എന്ന് ഞാൻ അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നീട് വീണ്ടും ഇതേപോലെ ലോൺ അടയ്ക്കാതെ വന്നു. അവർ പിന്നെ അടച്ചിട്ടില്ല കേട്ടോ. അത് ഞാൻ വിളിക്കുമ്പോഴൊക്കെ ഞാൻ വിളിക്കുമ്പോഴൊക്കെ ഇവർ പറയുന്നതെന്ന് പറഞ്ഞാൽ ഫോൺ അവരല്ല എടുക്കുന്നത്, അവർ ഇപ്പോഴത്തെ ഹസ്ബൻഡാണ് എടുക്കുന്നത്. നേരത്തെ ഹസ്ബൻഡിൽ ഇപ്പോഴത്തെ ഹസ്ബൻഡ്. ഞാൻ വിളിക്കുമ്പോഴൊക്കെ ഇവർ ഇപ്പോഴത്തെ ഹസ്ബൻഡ് ഫോൺ എടുക്കുക, ഇവിടെ ഇല്ല, അല്ലെങ്കിൽ ഞാൻ അവിടെ ഇല്ല, ഫോൺ എൻ്റെ കയ്യിലാണ്, ഞാൻ വീട്ടിലെത്തുമ്പോൾ വിളിച്ചു കൊടുക്കാം, ഇങ്ങനെയൊക്കെയാണ് അവർ പറയുന്നത്. അല്ലാതെ ഫോണ് എന്താ പറയുക, ഫോൺ ഇതുവരെ അവർ എൻ്റെ അടുത്ത് സംസാരിച്ചില്ല. അവരുടെ ഹസ്ബൻഡ് ഫോൺ എടുക്കുമ്പം കൊടുക്കാം, ഞാൻ അവിടെ ഇല്ല, ഞാൻ വീട്ടിൽ എത്തിട്ടോട്ടേനും ഞാൻ വിളിക്കാം മക്കളെ, ഇങ്ങനെയൊക്കെയാണ് പറയുന്നത്. അവരുടെ അടുത്ത് എത്ര പറഞ്ഞിട്ടും ഒരു കാര്യമില്ല. ഈ പ്രൈവറ്റ് ബാങ്കുകാർ എന്നെ വിളിച്ചിട്ട്, കൂടുതലുള്ളവരൊക്കെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞാൽ അവർക്ക് ലോൺ എടുക്കാൻ പറ്റുന്നില്ല, ഞാൻ മുടക്കിയിട്ടേക്കുന്നുണ്ട്. എന്നിട്ട് ലാസ്റ്റ് എല്ലാം കഴിഞ്ഞിട്ട് ആ കൂട്ടത്തിലൊരു ലോണിൻ്റെ കൂട്ടത്തിലുള്ളൊരു കുട്ടി എന്നെ വിളിച്ചിട്ട് പറയാണ്, താനാണോ ഈ ലോൺ എടുത്തത്, സുമയ്ക്കാണോ എടുത്തു കൊടുത്തത്? സുമയ്ക്കാണോ എടുത്തു കൊടുത്തത്? കാരണം സുമയെ വിളിച്ചപ്പോൾ അവർ പറയുന്നത് എനിക്ക് ഈ ലോൺ എടുത്ത് എന്നിട്ട് ഞാനാണ് പൈസ അടയ്ക്കാനുള്ളത്, അവരല്ല പൈസ അടയ്ക്കാനുള്ളത്. അപ്പം മൊത്തത്തിൽ കറങ്ങി ചുറ്റി എൻ്റെ തലയിൽ വന്ന് അടിച്ചിട്ടുണ്ട് ഈ ലോണിൻ്റെ കാര്യം. അതുകൊണ്ട് നമ്മൾ ഒരു കാരണവശാലും ഫിനാൻഷ്യലി ഒരു കാരണവശാലും ഒരാളെ നമ്മൾ ഹെൽപ്പ് ചെയ്യരുത്. ഈ അബദ്ധത്തിൽ ഒരിക്കലും ആരും ചെന്ന് ചാടരുത്. നമ്മളൊരാളെ ഹെൽപ്പ് ചെയ്താൽ, ഫിനാൻഷ്യലി ഹെൽപ്പ് ചെയ്താൽ നമുക്ക് എന്തായാലും അതിനൊരു പണി ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും ഒരു ഫിനാൻഷ്യലി നമ്മുടെ ബന്ധത്തിലുള്ള, പ്രത്യേകിച്ച് നമ്മുടെ ബന്ധത്തിൽ ആർക്കും ഫിനാൻഷ്യലി ഒരു ഹെൽപ്പും, അവർ ലോൺ എടുത്ത് കൊടുക്കുക, അങ്ങനെ എടുത്തോടും ഇങ്ങനെ എടുത്ത്, ഫിനാൻഷ്യലി ഒരു ഹെൽപ്പും ദയവ് ചെയ്ത് നിങ്ങൾ ചെയ്തു കൊടുക്കരുത്. നല്ല പണി നമുക്ക് കിട്ടും. അതുപോലെ ബന്ധത്തിൽ വിള്ളൽ വീഴും. അതേപോലെ നല്ല പണി നമുക്ക് കിട്ടും. അവരടയ്ക്കത്തുമില്ല. നമ്മൾ കടന്ന് നീറി നമ്മുടെ കയ്യിലിരിക്കുന്ന പൈസ ഇറങ്ങുന്നതല്ലാതെ അവരടയ്ക്കില്ല. അതുകൊണ്ട് നിങ്ങൾ ദയവ് ചെയ്ത് ഒരു ഹെൽപ്പ് നിങ്ങൾ ചെയ്തു കൊടുക്കാതിരിക്കുക. എന്നിട്ട് ഞാൻ ഈ ഫിനാൻഷ്യലി ഈ ബാങ്കിലെ സാറിനെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞായിരുന്നു, സാറേ ഇതേപോലെ ഞാൻ ഒരാൾക്ക് ലോൺ എടുത്തു കൊടുത്തതാണ്, അങ്ങനെ ഞാൻ പെട്ടതാണ്, അവർ തിരിച്ചടയ്ക്കുന്നില്ല. അപ്പോൾ അവരെൻ്റെ അടുത്ത് പറഞ്ഞു, ചേച്ചി ആരെങ്കിലും ഇങ്ങനെ ചെയ്യുമോ? ഫിനാൻഷ്യലി ആർക്കെങ്കിലും ഇങ്ങനെ ഒരു ഹെൽപ്പ് ഒരിക്കലും ചെയ്തുകൂടാ. കാരണം ചേച്ചി ഞങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് വന്ന് ചോദിക്കാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ പ്രൂഫും നിങ്ങളുടെ ഡീറ്റെയിൽസും നിങ്ങളുടെ പ്രൂഫുമാണ് ഞങ്ങളുടെ കയ്യിലുള്ളത്. അപ്പം നിങ്ങളാണ് ഇപ്പം ഞങ്ങളുടെ പ്രൂഫിൽ പൈസ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പം നിങ്ങളുടെ അടുത്ത് എനിക്ക് ചോദിക്കാൻ പറ്റത്തുള്ളൂ, അപ്പം നിങ്ങൾ അടച്ചേ പറ്റത്തുള്ളൂ. ഇപ്പം മിക്കവാറും എൻ്റെ പേരിൽ ഇത് കേസായി കിടക്കുകയാണ്. എനിക്കറിയില്ല എന്ത് ചെയ്യണമെന്ന്. ഫിനാൻഷ്യലി ഞങ്ങൾ ഒന്നാമതേ പുറകിലോട്ടാണ്. അതുപോലെ ഇവർ ലോൺ അടയ്ക്കാതിരിക്കുന്നതുകൊണ്ട് ഒന്നും കൂടി മെൻ്റലി ഞങ്ങൾ തളർന്നിരിക്കുന്ന ടൈമാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് ആരും ഫിനാൻഷ്യലി നമ്മുടെ ബന്ധത്തിൽ പോയി ഫ്രണ്ട്സിലോ ആർക്കും ഫിനാൻഷ്യലി നമ്മൾ ഒരിക്കലും ഹെൽപ്പ് ചെയ്യരുത്. അത്ര വിശ്വാസമുള്ള ആൾക്കാർക്ക് പോലും നമ്മൾ ഹെൽപ്പ് ചെയ്യാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ പറഞ്ഞതുപോലെ ആരും ഫിനാൻഷ്യലി ഒരു ഹെൽപ്പ്, ഇതുപോലെ ലോൺ എടുത്ത് കൊടുക്കുക, പലിശയ്ക്ക് പൈസ എടുത്ത് കൊടുക്കുക, അങ്ങനെ ഒന്നും ചെയ്യാതിരിക്കുക. എൻ്റെ അനുഭവം നിങ്ങൾക്കും വരും, അത് ഉറപ്പാണ്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ അവസാനിക്കുകയാണ്. എല്ലാവരും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ, ലൈക്കും കമൻറ്റും ചെയ്തേക്കണേ. ബൈ.